Good morning everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 8.70 പോയിന്റ്സ് നെഗറ്റീവിലാണ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 24,575.10 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. അപ്പോൾ ഇന്നലെ നമുക്ക് ഒരു നോ ട്രേഡ് ഡേ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്, നിഫ്റ്റി വീക്ക്ലി എക്സ്പയറി 24,575.10 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. $24,400 കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 24,400 ആൻഡ് 24,450 നോക്കാം. ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസാണ് കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ 24,650, 24,700. $650, $700 കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ ഇന്നലത്തെ ഡേലോ ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡേലോ സപ്പോർട്ട് ലെവലിലേക്ക് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 24,520.45 ആണ് ഇതുവരെയുള്ള ഡേലോ. യെസ്, ആ ഒരു ലോ ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ നല്ലൊരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒരു ബെയറിഷാണ് ഇന്നത്തെ ഒരു ഡയറക്ഷൻ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻട്രി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സൈഡ് വേസ് ആണ് കുറച്ച് ദിവസമായിട്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തുടങ്ങിയതാണ് ഈ ഒരു സൈഡ് വേസ്. ഈ ഒരു CAS ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു അൺസർട്ടൈനിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സൈഡ് വേസ് ആണ് മാർക്കറ്റിൽ നമുക്ക് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നോ ട്രേഡ് ഡേയ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. നമ്മുടെ എൻട്രിയിലേക്ക് മാർക്കറ്റ് വരുന്നില്ല. ഒരു ഡയറക്ഷൻ ട്രേഡ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പല എൻട്രീസും ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് 1-2 മണിക്കൂർ. പക്ഷേ ആ ഒരു എൻട്രിയിലേക്കുള്ള പുൾ ബാക്ക് സാധാരണഗതിയിൽ കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ഇന്നലെ മാർക്കറ്റ് മേലോട്ട് പോയി അങ്ങനെ തന്നെ താഴേക്ക് വന്ന് അങ്ങനെ തന്നെ റിക്കവർ ചെയ്ത് മുകളിലേക്ക് വരികയാണ്. ഇന്നലത്തെ മാർക്കറ്റ് ഇതാണ്. ഇപ്പം ഇന്നലെ ഓപ്പണിങ്ങിലൊരു ഫസ്റ്റ് 5 മിനിറ്റ്സ് മുകളിലേക്ക് പോയെങ്കിലും താഴേക്ക് വന്ന് ഒരു 510 ലെവലിൽ നിന്ന് മുകളിലേക്ക് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഫുൾ സൈഡ് വേസിലേക്ക് പോവുകയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെയുള്ള മൂവ്മെൻറ്റ്സ് ആണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. either രണ്ട് ഡയറക്ഷനിലേക്കും ഒരു മൂവ്മെൻറ്റ് ഫസ്റ്റ് ഒരു 1 hour അല്ലെങ്കിൽ ഒരു ആദ്യത്തെ 11 മണിയാകുമ്പോഴേക്കും നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷണൽ മൂവ്മെൻറ്റ് വന്നിട്ട് അതങ്ങനെ സൈഡ് വേസിലേക്ക് പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡയറക്ഷണൽ ട്രേഡ് ഉണ്ടെങ്കിൽ നമുക്ക് എൻട്രി പലപ്പോഴും കിട്ടാറില്ല. നമുക്ക് അത് ഒരു എൻട്രിയോ മറ്റാണ് നമുക്ക് കിട്ടുന്നത്. അത് കൃത്യമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ട്രേഡ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ അല്ലാത്ത ട്രേഡ്സ് നമുക്ക് എടുക്കാം. നമ്മുടെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സെറ്റപ്പിൽ അക്യുറേറ്റ് ആയിട്ടുള്ള എൻട്രീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ ഡയറക്ഷണൽ ട്രേഡ്സ് ക്യാപിറ്റൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്കെയിൽ ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അങ്ങനെയുള്ള ട്രേഡ്സ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഇന്നലത്തെ ഡേലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഡേലോയിലേക്ക് വന്നിട്ടുണ്ട്. ന്യൂ ഡേലോ ഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വരുമോ അല്ലെങ്കിൽ ആ ഒരു ലോ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു എൻട്രി കിട്ടാനായിട്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. 24,650. $161 ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ്. ഒരു 162.55 ആണ് വന്നിട്ടുള്ളത്. പുൾ ബാക്കിൽ ആക്റ്റീവ് ആയിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആക്റ്റീവായിട്ട് നോക്കാം. എന്തായാലും 161 24,650 പുട്ട് ഓപ്ഷൻ 161 ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒരു ട്രേഡ് ആക്റ്റീവ് ആയിട്ടില്ല. ഇപ്പോൾ 1 മണിക്കൂറായി നമ്മൾ ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നു. 190 അത് പോയി. 165 വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം അരമണിക്കൂറിന് ശേഷം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തതിന് അരമണിക്കൂറിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഓർഡർ ആക്റ്റീവ് ആയിട്ടില്ല. 161 ആണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇനി ആക്റ്റീവ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതല്ലെങ്കിൽ കുറേ സമയം എടുത്തിട്ട് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രഷ് എൻട്രി നോക്കാം. എന്തായാലും 161 തന്നെ വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ ഒരു ട്രേഡ് എടുക്കുക. ഇപ്പോൾ നമുക്ക് ഓർഡർ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഡേലോ ബ്രേക്ക് ചെയ്തു. നിഫ്റ്റി 24,450 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ 24,400 ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത എൻട്രിക്കായിട്ട്. ഇപ്പോൾ വീണ്ടും ഒരു പുൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. 24,600 പുട്ട് ഓപ്ഷൻ 132 ഒരു എൻട്രി ഉണ്ട്.
132 ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് 24,600. ഇപ്പോൾ ഒരു 141 ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവലാണ് 132. 138 ഒരു സപ്പോർട്ട് ലെവലാണ്. മേ ബി അവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ട്രേഡ്സ് ഒന്നും ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ചയും അതുപോലെ തന്നെ ഇന്നലെയും ഇന്നൊന്നും ട്രേഡ്സ് ആക്റ്റീവ് ആവുന്നില്ല എന്നൊരു പ്രശ്നമാണ് നമുക്കുള്ളത്. പിന്നെ ആക്റ്റീവ് ആവുന്ന ട്രേഡ്സ് തന്നെ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഡയറക്ഷണൽ ട്രേഡ്സ് നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല കുറച്ച് ദിവസമായിട്ട്. ഇപ്പോൾ ഈ ഒരു ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ ഉള്ളത് കൊണ്ട് തന്നെ മൂവ്മെൻറ്റ്സ് ഒന്നും നമുക്ക് ഒരു 2 വീക്സ് ബാക്ക് ഉള്ളതുപോലെ നമുക്കിപ്പം കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് ഒന്ന് സ്റ്റേബിൾ ആവുന്ന സമയത്ത് സ്റ്റേബിൾ ആവുന്നത് വരെ നമുക്ക് എങ്ങനെയായിരിക്കും ചിലപ്പോൾ എൻട്രീസ് ഒന്നും കിട്ടണമെന്നില്ല. നമുക്ക് എന്തായാലും നമ്മുടേതായ ഒരു എൻട്രീസ് എടുക്കാനായിട്ട് ശ്രമിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. $132 ആക്റ്റീവ് ആവും നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഓർഡർ 11.50 നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ട്രേഡും നമ്മൾ നേരത്തെ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ലെവലിൽ നിന്നാണ് പോയത്. നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് 132 ആണ് നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് തന്നെ 138 എന്നത് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ 138 നമുക്ക് ഇടാനായിട്ട് പറ്റില്ല ഓർഡർ. കാരണം 132 വരികയാണെങ്കിൽ 138 ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് നമ്മൾ ഒരു പക്ഷേ എക്സിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു റിസ്ക് ഉള്ളത് കൊണ്ട് നമ്മൾ താഴത്തെ ലെവൽ തന്നെയാണ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നേരത്തെ വന്നിട്ടുള്ള ആ ഒരു ലോ ബ്രേക്ക് ചെയ്ത്, അതായത് നേരത്തെ വന്നിട്ടുള്ള ഹൈ സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ ഹയർ ഹൈ ഫോം ചെയ്തിട്ട് അവിടെ നിന്നും താഴേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. 24,460 ലെവലിൽ വീണ്ടും 24,440 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഡെയിലോ വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഓൾറെഡി ഒരു റിവേഴ്സൽ സൈന് കാണിച്ചിട്ടുണ്ട് മാർക്കറ്റ്. ഒരു ഹയർ ഹൈ ഫോം ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവലുണ്ട് ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം, ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് വരികയാണെങ്കിൽ ഡെയിലോ ഒരു റീടെസ്റ്റോ അല്ലെങ്കിൽ ഡെയിലോ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും ഇവിടെ ഒരു ഹയർ ഹൈ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റിവേഴ്സൽ ചാൻസസ് ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അത് എപ്പോഴാണ് വരിക എന്നുള്ളത് അറിയില്ല. എന്തായാലും നമ്മുടെ ഈ ഒരു എൻട്രി ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമുക്ക് ഓൾറെഡി 138 എന്ന ആ ഒരു മൂവ്മെൻറ്റ് 153 വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു എൻട്രി ആയിരുന്നു. പക്ഷേ നമ്മൾ 132 വന്നില്ല, അതുകൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഈ 2 ട്രേഡ്സ് നമ്മൾ ട്രൈ ചെയ്തു ഒന്ന് എടുക്കാനായിട്ട്, പക്ഷേ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ട്രേഡും ക്യാൻസൽ ചെയ്തു. നമുക്ക് ഇപ്പോൾ ഒരു സൈഡ് വേസിലേക്കാണ് പോകുന്നത് മാർക്കറ്റ്. അപ്പോൾ മേ ബി ഈ ഒരു 450 റേഞ്ചിൽ അല്ലെങ്കിൽ 460, 430 റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡെയിലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡൗൺ സൈഡ് വരും. അങ്ങനെയാണെങ്കിലും 450 ലെവലിലേക്ക് റിക്കവർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് ആവാനുള്ള ചാൻസസും ഉണ്ട്. നമുക്ക് നോക്കാം. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ ഇതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സൈഡ് വേസ് ആയിട്ട് ക്ലോസ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു ഹയർ ഹൈ കാണിച്ചു. ഡെയിലോ ലെവല് റീടെസ്റ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൈഡ് വേസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മൊമെൻറ്റം വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഈ 132 ട്രേഡ് ഇനി എടുക്കുന്നില്ല. അപ്പോൾ എല്ലാ പോസിബിൾ ആക്ഷൻസും വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന്. കാരണം ഓൾറെഡി ഡെയിലോ റീടെസ്റ്റ് ചെയ്ത് ഒരു ഹയർ ഹൈ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിക്കവർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സൈഡ് വേസിലേക്ക് പോകുന്നതാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇനിയൊരു ട്രേഡ് അറിയില്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്നുള്ളത്. നമ്മൾ 10 മണിക്കും 11:50 ഒരു 2 ഓർഡേഴ്സാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ രണ്ടും ആക്റ്റീവ് ആയിട്ടില്ല.
അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു 138 എന്നാണ് ഒരു ബൈയിങ് പ്രഷർ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു അക്യുറേറ്റ് എൻട്രിയാണ്. 138 നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 153 സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ എഗെയിൻ ഡൗൺ ആവുന്നുണ്ടെങ്കിലും ഒരു കോൺഫിഡൻസ് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ഒരു 132 എൻട്രി ഞാൻ എന്തായാലും എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നല്ല ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാം. ഇന്ന് എക്സ്പയറി കൂടിയാണ്, വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്പയറി മൂവ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് മാത്രം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.